7FM, this is Maya and Shabu. അങ്ങനെ നമ്മൾ പോകുന്നു ജേർണി ത്രൂ ബുക്സിലേക്ക്. ഒരു കഥ சொல்றா സാർ. A journey through books with Maya and Shabu. Only on Life with Hit. Good morning, Shabu. വെരി ഗുഡ് മോർണിംഗ് മായ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുട്ടിയുടെ കഥയിലൂടെയാണ് അല്ലെങ്കിൽ കുട്ടിയുടെ ലൈഫിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഞാൻ ആ കഥയുടെ ആദ്യ ഭാഗം വായിച്ചു തുടങ്ങാം. ഇരുട്ടില് റെയിൽപാളത്തിലൂടെ നടക്കുമ്പോൾ പേടിക്കേണ്ടത് ചാവിന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെയാണ്. തീവണ്ടി തലയിൽ തട്ടുന്നതും കാത്ത് പാളത്തിൻ്റെ തണുപ്പ് മുട്ടിക്കിടക്കുന്നവരുണ്ടാകും. പാളം കിടക്കുമ്പോൾ കിടക്കുന്നവരെങ്ങാനും തട്ടി ബാലൻസ് തെറ്റി വീണാൽ പിന്നെ നോക്കേണ്ടി വരില്ല, പാളത്തിൽ നിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. അതങ്ങനെ ഓർത്ത് നടക്കുമ്പോൾ പെട്ടെന്ന് ആര്യയുടെ മുഖം ഓർമ്മയിലെത്തി. പാളത്തിൻ്റെ തണുപ്പിൽ ജീവിതം വിട്ടുപോയോള്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേ പാളത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു കോളനിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും അമ്മയുടെയും കഥയിലൂടെയാണ് തുടങ്ങുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ ഡിഗ്രിക്ക് ടൗണിലാണ് പഠിക്കുന്നത്, അവിടുത്തെ കോളേജ് ഹോസ്റ്റലിലാണ്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. വലിയ പണക്കാരൊന്നുമല്ല, ദാരിദ്ര്യമാണ്. റെയിൽവേ കോളനി എന്ന് പറയുമെന്നാണ് അറിയാം. ആ പ്രദേശം മുഴുവനും ഓടയും മറ്റ് മലമൂത്ര വിസർജനയൊക്കെ കൊണ്ടുപോയി വല്ലാതെ നാറ്റമുള്ളൊരു ദുർഗന്ധം പിടിച്ചൊരു സ്ഥലമാണ്. പിന്നെ റെയിൽവേ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പുറത്തൂടെ പോകാന്ന് പറഞ്ഞാൽ റെയിൽവേ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ റെയിൽവേ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിസരവും എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ റെയിൽവേ ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഇരുട്ടില് റെയിൽ പാളത്തിലൂടെ നടക്കുമ്പോൾ പേടിക്കേണ്ടത് ചാവിന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെയാണ്. അതായത് റെയിൽവേ പാളത്തിൽ കിടക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ആര്യ എന്ന് പറയുന്നത് അവളുടെ കൂട്ടുകാരിയാണ്. ഒരു ദിവസം ഇതുപോലെ ഹോസ്റ്റലിലിരുന്ന സമയത്താണ് പെട്ടെന്ന് വരാൻ പറഞ്ഞു, വിളിച്ചു. വീട്ടിലേക്ക് വരുമ്പോൾ ആര്യ ഇങ്ങനെ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. എന്തിനാണ് അവൾ ആത്മഹത്യ എന്ന് ഇപ്പോഴും അറിയില്ല. അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു കഥയാണ് ഇവിടെ. ആക്ച്വലി നല്ല, അതായത് ആദ്യമേ വായനക്കാരനെ ഹുക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അമ്മ ഉടനെ തന്നെ പറയാണ്, ആര്യ പെണ്ണ് പോയേ പിന്നെ ആ സതി ചിരിച്ചു കണ്ടിട്ടില്ല. അമ്മയുടെ ഒച്ച കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ എൻ്റെ മനസ്സ് പിടിക്കാൻ പറ്റുന്നു എന്ന അതിശയത്തോടെ മൊബൈൽ വെളിച്ചത്തിൽ അമ്മയുടെ മുഖം പരതി. നീ ഇപ്പൊ ചിന്തിച്ചത് ആര്യനെയാണെന്ന് എനിക്കറിയായിരുന്നു, അമ്മ മുഖം തരാതെ പറഞ്ഞു. അല്ല, ഞാൻ ഒച്ച കടുപ്പിച്ചു. അമ്മയുടെ ഭ്രാന്തിനെ കുറിച്ചാ. ലീവില്ല എന്ന് പറഞ്ഞിട്ടും വിളിച്ചു വരുത്തിയിട്ട് പഠിക്കാൻ പോയതാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് വിളിക്കുകയാണ്. തൊട്ട് മുമ്പ് കടന്നുപോയ ട്രെയിനിൽ നിന്നും ആരോ വലിച്ചെറിഞ്ഞ ബിരിയാണിയുടെ മണം ഞങ്ങൾക്ക് ചുറ്റിനും പരന്നു. അതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോവർട്ടിയുടെ, ദാരിദ്ര്യത്തിന്റെ ഒരു യഥാർത്ഥ സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ആര്യയുമായിട്ട് ഉള്ള ഒരു കൂട്ടിനെ കുറിച്ചും കഥയുടെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് ഒരു തൊട്ടടുത്തുള്ള ഒരാളിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് മുസ്തഫ എന്ന് പറയുന്ന ആളിൻ്റെ മകളുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ബിരിയാണിയുടെ മണത്തിൽ അപ്പോൾ തന്നെ ആര്യയുടെ നാക്ക് മുങ്ങി. കുഞ്ഞിക്കണ്ണൻ ജുവലറിയുടെ പേരും പടവുമുള്ള ഒരു ഡയറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ വീടിൻ്റെ ചുമരിൽ. അവളുടെ അമ്മ പണ്ടെപ്പോഴോ മോതിരം വാങ്ങിയപ്പോൾ ജുവലറിക്കാർ വിലാസം എഴുതി മേടിച്ചതാണ്. അതിൽ പിന്നെ എല്ലാ പുതുവർഷത്തിലും അവരുടെ വക ഗ്രീറ്റിംഗ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആര്യയെക്കുറിച്ചുള്ള ഓർമ്മ വരികയാണ്. അതായത് ഈ ബിരിയാണിയുടെ മണം വന്നപ്പോഴത്തേക്ക് അവൾ ഓർമ്മിച്ചത് തൊട്ട് മുമ്പ് കടന്നുപോയ ട്രെയിനിൽ നിന്നും ആരോ വലിച്ചെറിഞ്ഞ ബിരിയാണിയുടെ മണം ഞങ്ങൾക്ക് ചുറ്റിനും പരന്നു. അന്നേരം ചെറുപ്പത്തിൽ ആര്യയോടൊപ്പം മുസ്തുക്കയുടെ മോളുടെ കല്യാണത്തിന് പോയത് ഓർമ്മ വന്നു. മുസ്തുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വണ്ടിയുമായിട്ട് വന്ന് മീൻ കച്ചവടം ചെയ്യുന്ന ആളാണ്. അയാളുടെ മീൻ വണ്ടിയുടെ പിറകെ ഓട്ട മത്സരം നടത്താറുള്ള എന്നെയും ആര്യയെയും കല്യാണത്തിന് പ്രത്യേകം വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ഓർമ്മയിൽ. അപ്പോൾ ഇങ്ങനെ ആര്യയുടെ ഓർമ്മ, അങ്ങനെ അവർ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ആദ്യ ഭാഗം വരികയാണ്. അതിനുശേഷം കല്യാണത്തിന് പോയതൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ചെല്ലുന്നു. അമ്മ അപ്പം ഇവളുടെ മുഖം, ഇവളുടെ ദേഷ്യഭാവം കണ്ടപ്പോഴത്തേക്ക് അമ്മ പറയുകയാണ്, നിനക്കിഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അമ്മയുടെ പണ്ടേ ഉള്ള സ്വഭാവമാണ്. കാരണം ഈ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് നിനക്കിഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നോക്കിയും കണ്ട് നടക്കും. മൊബൈൽ ഫ്ലാഷ് പിന്നിലേക്ക് അടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. അപ്പോഴേക്കും ബിരിയാണിയുടെ മണത്തെയും കൂട്ടി കാറ്റ് പരിസരം വിട്ടിരുന്നു. അതിന്റെ തുടക്ക ഭാഗത്തൊക്കെ ഇതാണ്. ഞാൻ ആകാശത്തോട്ട് നോക്കി. കളി ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ വീണ് കിടക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ ചിന്നിച്ചിതറി കിടപ്പുണ്ട്. മത്തി തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ നടക്കുന്നത് കണ്ടിട്ടാകണം അമ്മ പറഞ്ഞു. കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. പണ്ടും അമ്മയ്ക്ക് ഈ കള്ളത്തരമുണ്ട്. ഞാൻ പിണങ്ങി മുഖം വീർപ്പിച്ചിരിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിനെ കുറിച്ച് സംസാരിക്കും. ഇങ്ങനെ അപ്പോൾ അത് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അമ്മ ഉടനെ തന്നെ പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, പോകുന്ന സമയത്ത് ആ സ്ഥലം മുഴുവനും നാറ്റം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് നാറ്റം സഹിക്കുക വയ്യാതെ അവള് കൈലേസ് എടുത്തു, കർച്ചീഫ് എടുത്തിട്ട് മൂക്ക് കൊത്തി. അപ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, എവിടെ പോയാലും മനുഷ്യർക്ക് സ്വന്തം നാട്ടിലെത്തിയ നാടിൻ്റെ മണം ഇഷ്ടാവും. നിനക്കെന്താ പെണ്ണെ ഈ മൂക്ക് ചെളിപ്പ്? ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ബാഗ് നേരെയിട്ട് മൊബൈലിൽ ഫ്ലാഷ് ഓഫ് ചെയ്തു. ഇനി അങ്ങോട്ട് തെരുവ് വിളക്കിൻ്റെ വെളിച്ചം കിട്ടിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ അമ്മ വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ മാപ്പിളച്ചക്കം വിളിക്കാറില്ലേ?
ഇടവഴിയിലെ മൂത്രവാടയും സഹിച്ച് ഞാൻ നടക്കുമ്പോൾ അമ്മ ചോദിച്ചു. ബസ് ഇറങ്ങിയപ്പോൾ വിളിച്ചതിൽ പിന്നെ അമൽ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ അപ്പോഴാണ് ഓർത്തത്. അമൽ എന്ന് പറയുന്നത് ഡിഗ്രിക്ക് പോയപ്പോഴത്തേക്ക് പരിചയപ്പെട്ട അമൽ മുസ്തഫ, അവളുടെ ഫ്രണ്ടാണ്, അവളുടെ ലവറാണ്. അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ അമ്മയോട് വന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വെച്ചാൽ, അതായത് അവനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ അവൻ ആദ്യം കിട്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തു. ആ പൈസ കൊണ്ട് അമ്മയ്ക്കൊരു സാരി വാങ്ങിക്കൊണ്ട് കൊടുത്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞത് അമൽ മുസ്തഫ വാങ്ങി തന്നതാണ്, എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഒന്നും മറുപടി പറഞ്ഞില്ല. അമ്മ പെട്ടെന്ന് പറഞ്ഞ ഒരൊറ്റ മറുപടി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത്, ഓക്കെ കല്യാണമൊക്കെ കഴിഞ്ഞോളൂ, പറ്റില്ല എന്ന് തോന്നിയാൽ ഇറങ്ങി വരാനുള്ളൊരു വഴി കൂടി കണ്ടെത്തിക്കൊള്ളണം എന്ന് മാത്രമാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ചില സൂചനകളാണ് എന്ന് മാത്രം ഓർമ്മിക്കുക. ഈ കഥ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്കതൊന്നും തോന്നില്ല. കഥയുടെ അവസാനത്തിലെത്തുമ്പോഴത്തേക്ക് ഒരു കൊട്ട് കിട്ടുമ്പോഴാണ് ഷെടാ തുടക്കം മുതലേ ചില സൂചനകൾ തരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. ഇപ്പം എന്തിനാണ് ഇവളെ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൾ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഇവിടെ നിന്ന് പോയതിന് ശേഷം ഓരോ ദിവസവും സ്വപ്നം കാണും. ഇവളുടെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചതാണ്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേട്ടക്കാരനായിരുന്നു. കാടിനകത്ത് കയറിയിട്ട് പന്നിയൊക്കെ വേട്ടയാടും. അത് അമ്മ തന്നെ പറയാറുണ്ട്, അദ്ദേഹം അത്ര നല്ല വേട്ടക്കാരനായിരുന്നു. അങ്ങനെ ചെറിയ പ്രായത്തിൽ പീരുമേടാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് ഇതുപോലെ പന്നിയുടെ തേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പാണ്. ശരിക്കും അത് പല്ലാണ് ആക്ച്വലി. അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കാണ്. അത് കുത്തിയിട്ടാണ് ഇദ്ദേഹം മരിച്ചത്. അപ്പോൾ ഇവളിപ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. ഇവള് പറയുന്നുണ്ട്, പീരുമേട്ടിലായിരുന്നു അപ്പൻ്റെ വീട്, അപ്പനും അമ്മയും ബന്ധുക്കാരായിരുന്നു. കല്യാണം കഴിഞ്ഞ് എനിക്ക് 3 വയസ്സായപ്പോഴാണ് പമ്പനാർ കാട്ടിൽ വേട്ടയ്ക്ക് പോയത്, അപ്പനെ പന്നി കുത്തുന്നതും. രാഖി രാമായണമുള്ള ആക്രമണം, ചോര ഒലിപ്പിച്ചുകൊണ്ട് ഏതൊക്കെയോ വഴിയിലൂടെ അപ്പൻ വീടിൻ്റെ അടുത്ത് വരെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ആ സംഭവമാണ്. എന്തായിരുന്നാലും ഇങ്ങനെ പോയി വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു. അമ്മയോട് ചോദിക്കുന്നു, നിങ്ങളെന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ? അപ്പോൾ ഒരു എനിക്ക് വിശപ്പില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ സ്വപ്നം കാണുന്നത്? അപ്പം അവൾ പറയുന്നുണ്ട്, ഈ സ്വപ്നം ഇങ്ങനെ ആവർത്തിച്ച് കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ അപ്പന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഒരുപാട് നല്ല ജീവിതമായേനെ എന്നൊക്കെ ഇവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അപ്പനെ കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ പേരില്ല, പെൺകുട്ടിയുടെ ക്യാരക്ടർ എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും അമ്മയോട് ചോദിക്കുന്നു, അമ്മ ഇപ്പം എന്തിനാ വിളിച്ചേ? അത് ഒന്നുമില്ല, നാളെ പറയാം എന്ന് പറഞ്ഞിട്ട് നാളെ പുലർച്ചെ എഴുന്നേക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരുമിച്ച് കിടക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അതിനിടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളോട് പറയാണ്, ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നാളെ പുലർച്ചെ എഴുന്നേക്കണം, ഉറുവാടിയുടെ തറമ്മൽ പോകണം എന്ന് പറയുന്നുണ്ട്. ഉറുവാടിയുടെ തറമ്മൽ. ആരാണ് ഈ ഉറുവാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോളനിയോളം പഴക്കമുണ്ട് കോളനിക്കാർ പറഞ്ഞു നടക്കുന്ന ഉറുവാടിയുടെ കഥയ്ക്കും. കോളനിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിരുന്നു ഉറുവാടി. അമ്മി കൊത്താൻ നടക്കുന്ന ശക്തിവേലാണ് തമിഴ്നാട് അതിർത്തിയുള്ള ചെറിയൊരു നാട്ടിൽ നിന്ന് ഉറുവാടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. കാഴ്ചയ്ക്ക് ഉറുവാടിയും ശക്തിവേലും പൊരുത്തം തീരെ ഉണ്ടായിരുന്നില്ല, കാരണം അവൾ സുന്ദരിയായിരുന്നു. പക്ഷെ രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹത്തോടെ ജീവിച്ചു. കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം കൊല്ലം ഒരു കുംഭമാസത്തിൽ ഉറുവാടിക്ക് പേറ്റുനോവ് തുടങ്ങി. സൂര്യൻ തന്നാലാവും വിധം ചൂടോടെ ആകാശത്തിന്റെ നേരെ മധ്യത്തിൽ നിൽക്കുന്ന ഉച്ചനേരത്ത് പല്ലുകളും എല്ലുകളും ഒരുപോലെ നുറുങ്ങുന്ന വേദനയ്ക്കൊടുവിൽ ഉറുവാടി ഒരു പെൺകുഞ്ഞിനെ പെറ്റു. പക്ഷേ കൗതുകത്തോടെ ആ കുഞ്ഞു മുഖത്തേക്ക് എത്തി നോക്കിയ ശക്തിവേലു നടുങ്ങിപ്പോയി. ആ നടുക്കത്തിന്റെ മീതെ പതിച്ചിയുടെ ഒച്ച കോളനിക്കാർ മുഴുവൻ കേട്ടു. മുറിച്ചുണ്ടിയാണ് പെങ്കൊച്ച് എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു, കാരണം ശക്തിവേലു മുറിച്ചുണ്ടി അല്ല, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്. പിന്നെ ഇവൾക്ക് ഈ കുഞ്ഞിനെങ്ങനെ അത് കിട്ടി എന്നുള്ളതാ. ആ വാക്ക് കേട്ടവരൊക്കെ അത്ഭുതത്തോടെയും സംശയത്തോടെയും പരസ്പരം നോക്കി. ഉറുവാടിക്കോ ശക്തിവേലിനോ ഇല്ലാത്ത മുറിച്ചുണ്ട് കുഞ്ഞിനെങ്ങനെയെന്ന സംശയത്തിന് മറുപടിയായി കോളനിക്കാർക്ക് കിട്ടിയ ഉത്തരം ശക്തിവേലിന്റെ തമിഴ്നാട്ടുകാരനായ കൂട്ടുകാരന്റെ മുറിച്ചുണ്ടുള്ള മുഖമാണ്. അങ്ങനെ അവിടെ ഒരു സംഭവം സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. അങ്ങനെ ചോരക്കുഞ്ഞിന് നേരെ രൂക്ഷമായ നോട്ടം പായിച്ച് ശക്തിവേൽ ഉറുവാടി കിടക്കുന്നിടത്തേക്ക് ഓടി. കോളനിക്കാർ മുഖത്തോട് മുഖം നോക്കി അമ്പരന്ന് നിൽക്കുമ്പോഴേക്കും വീടിനുള്ളിൽ നിന്ന് ഉറുവാടിയുടെ പ്രാണൻ പൊളിയുന്ന കരച്ചിൽ കേട്ടു. അവിടെ തല്ലും പിടിയും ബഹളമൊക്കെ ആയി. അവസാനം ഇതാരാണ് എന്ന് നീ പറയണമെന്ന് പറയുന്നു. അയാളുടെ കൂർത്ത നോട്ടത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാനേ ഉറുവാടിക്ക് കഴിഞ്ഞുള്ളൂ. നിസ്സഹായനായി നിലത്ത് കൂനിക്കൂടിയിരുന്ന ശക്തിവേലിനെയോ തൻ്റെ അമ്മയുടെ കയ്യിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെയോ നോക്കാതെ ഉറുവാടി പാതി തമിഴിൽ സത്യം വെളിപ്പെടുത്തി എന്നൊക്കെ ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്ന, അതല്ലെങ്കിൽ അവൾ കേട്ട് വളർന്നിട്ടുള്ള കഥ അവൾ ഓർമ്മിക്കുകയാണ്. നേരത്തെ പറഞ്ഞ അമ്മയും മോളും ഉറുവാടിയെ കാണാനാണ് പിറ്റേന്ന് രാവിലെ പോവാം, നീ നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ആലോചിക്കുകയാണ് ആരാണ് ഉറുവാടി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉറുവാടി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഉറുവാടി നേരെ വീടിനകത്ത് പോയി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുകയാണ്.
പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിഴച്ചതിൻ്റെ തെറ്റ് പെണ്ണ് സ്വയം അനുഭവിച്ച് തീർത്തെന്നും അതോർത്ത് ഒരാൾ പോലും കരയരുത് എന്ന് കാരാസ്വാമി പറഞ്ഞെങ്കിലും അമ്മയുടെ മുലപ്പാൽ പോലും കുടിക്കാൻ പോലും ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രം കോളനിക്കാരുടെ ഉള്ളു പൊള്ളിച്ചു. എന്തായിരുന്നാലും ഉറുവാടിയെ ദഹിപ്പിച്ച കോളനിക്ക് പിന്നിലുള്ളത് ചുടുകാടാണ്. അക്കാലത്ത് അതിലൂടെ റെയിൽപാളം പോലും വന്നിട്ടില്ല. ഈ ശക്തിവേലുമൊക്കെ പോയി, പിന്നീട് ആരും ഉണ്ടായിരുന്നില്ല. ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തറ മാത്രമാണ്. അതായത് ഉറുവാടിത്തറ, പേറ്റുനോവും മരണനോവും ഒന്നിച്ചെറിഞ്ഞ ശരീരമാണ് ആ തറയ്ക്കുള്ളിൽ മണ്ണോട് അലിഞ്ഞു കിടക്കുന്നത്. അവിടേക്ക് പോവാണ്. അപ്പം ഉറുവാടിത്തറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്ത ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്ത ഒരു സ്ഥലമാണ്. സുന്ദരിയായ പെണ്ണ് ആത്മഹത്യ സ്ഥലം. അവിടേക്കാണ് അമ്മ ഇവളെയും കൊണ്ട് പിറ്റുന്ന രാവിലെ പോകുന്ന സമയത്ത് അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഒരുപാട് നാറ്റവും സഹിച്ച് ഈ കല്ലും മുള്ളും ഒക്കെ സഹിച്ചിട്ട് കാട് പിടിച്ച സ്ഥലത്തേക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന സമയത്ത് അമ്മ ഏറ്റവും അവസാനം ഇവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, നിന്റെ അപ്പനെ കൊന്ന പന്നിയോട് നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? ഞാൻ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന ആ കണ്ണുകളിലെ ചുവപ്പ് നിറത്തിൽ നിന്ന് എനിക്ക് പിടികിട്ടി. അപ്പം അതിനു മുമ്പ് അമ്മ പറയുന്നുണ്ട്, ഇതൊരു ഈ സ്ഥലം, അതായത് ഉറുവാടി എന്ന് പറയുന്നൊരു സ്ഥലം പിഴച്ചുപോയ പെണ്ണിൻ്റെ ഒരു സ്ഥലമൊന്നും അല്ല. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നല്ല പെണ്ണായിരുന്നോ? അപ്പോൾ അമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ കോളേജിൽ പഠിക്കുന്നതല്ലേ, നല്ല പെണ്ണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇത് നാട്ടുകാരുണ്ടാക്കിയ ഒരു കഥ മാത്രമാണ്. അയാൾക്ക് അവൾ അവിശ്വാസമായിരുന്നു, അയാൾ അവളെ കൊല്ലുകയായിരുന്നു, എന്നിട്ട് പറഞ്ഞുണ്ടാക്കിയത് അവൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കുട്ടി അമലിന്റെ കാര്യം പറയുമ്പോൾ അമ്മ പിന്നീട് ഈ കുട്ടിക്ക് ഉറുവാടിയുടെ ഒരു സ്റ്റോറിയിലേക്ക് നയിക്കുന്നതാണോ ഇത്? അല്ല. എന്നിട്ട് ഏറ്റവും അവസാനമാണ് അമ്മ ചോദിക്കുന്നത്, നിനക്ക് നിന്റെ അച്ഛനെ ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് അതെ, ഇഷ്ടമാണ്. ആ പന്നിയോ നിനക്ക് ദേഷ്യമുണ്ടോ? കാരണം തേറ്റ കൊണ്ട് കുത്തിക്കുന്നതാണെന്നല്ലേ പറയുന്നത്. അപ്പോഴത്തേക്ക് അവള് അമ്മയുടെ മുഖത്ത് നോക്കുമ്പോഴാണ്, അന്ന് ആ പന്നി നിന്റെ അപ്പനെ കുത്തിയിലായിരുന്നെങ്കിൽ നിന്റെ അമ്മയും ഈ ഉറുവാടീനെ പോലെ തീർന്നേനെ പെണ്ണെ. അതുകൊണ്ട് ആ പന്നീനെ നീ വെറുക്കല്ലോട്ടാ. തേറ്റ ஒரு கதை சொல்லிட்டேன் சார்.